ശ്രീ ആനന്ദ് കൊച്ചുകുടി, അഞ്ചാം മന്ത്രി ലീഗിന് കിട്ടുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, അഞ്ചാം മന്ത്രി ലീഗിന് കഴിഞ്ഞ തവണ കിട്ടിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അന്ന് 4 മന്ത്രിയും ഒരു മറ്റ് ക്യാബിനറ്റ് റാങ്കും അത് ഡെപ്യൂട്ടി സ്പീക്കറോ ചീഫ് വിപ്പോ എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് 2001 കാലഘട്ടത്തിലെ അവിടെ നിന്നാണ് 2011 ഈ മഞ്ഞളാകുഴിക്ക് അലിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന വിഷയവും പിന്നീട് മറ്റ് ചില പരിഗണനകളും വെച്ച്, അതായത് ആ മന്ത്രിസഭയിൽ നിയമസഭയിൽ 20 അംഗങ്ങൾ ലീഗിനുണ്ടായിരുന്നു. കോൺഗ്രസിനാകെ 38 ഉണ്ടായിരുന്നുള്ളൂ. CPM ഒറ്റയ്ക്ക് 45, PT റഹീമും ജലീലും കൂടെ കൂട്ടി 47, 9 സീറ്റ് ആ നിയമസഭയിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ലീഗിന് വിലപേശാനുള്ള ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ പോലെ അല്ല ഇന്നത്തെ സാഹചര്യം. ലീഗിന് വിലപേശാനുള്ള സാഹചര്യമില്ല. അപ്പോൾ 2001 ആ ഒരു പ്രസിഡന്റിലേക്ക് 2011 പ്രസിഡന്റിൻ്റെ ഒരു തനിയാവർത്തനം എന്ന രീതിയിൽ വേണമെന്നില്ല. 2001 തിരിച്ചു പോകാവുന്നതാണ്. പക്ഷേ അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലീഗിന് ഒരു സീറ്റ് കുറവ് കൊടുത്താൽ അതിന് മറ്റ് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ അഞ്ചാം മന്ത്രി കൊടുത്താൽ അതിനും വ്യാഖ്യാനങ്ങൾ വരും. ഒരു സീറ്റ് ഒരു മന്ത്രിസ്ഥാനം കുറഞ്ഞാൽ അതിനും വ്യാഖ്യാനങ്ങൾ വരും. പക്ഷേ കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനം എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ലീഗിനും വേണമെങ്കിൽ 4 മന്ത്രിസ്ഥാനം എന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം അതുകൊണ്ടായിരിക്കും നാളെയും ചർച്ച തുടരുമെന്ന് ജോസഫ് പറയുന്നത്. ലീഗിന് 5 കൊടുത്താൽ ഞങ്ങൾക്ക് 2 വേണമെന്ന് സ്വാഭാവികമായിട്ടും ജോസഫ് ഉന്നയിക്കും. അത് തർക്കമില്ലാത്ത കാര്യമാണല്ലോ. അത് മാത്രമല്ല, ഈ മന്ത്രിസഭയിൽ 21 മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കമുള്ളപ്പോൾ ഈ 10 പേരെങ്കിലും ഹൈന്ദവ സമുദായത്തിലെ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിലെയും മറ്റ് 10 പേർ ന്യൂനപക്ഷ സമുദായത്തിലെയും എന്ന രീതിയിലാണ് നോക്കുന്നതെങ്കിൽ ലീഗിന് 5 മന്ത്രിമാരെ കൊടുത്താൽ മറ്റൊരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയെ കോൺഗ്രസിന് ആ ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തന്നെ ബുദ്ധിമുട്ട് വരും. 2011 ആര്യാടൻ മുഹമ്മദിനെ ഉൾപ്പെടുത്തിയത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ അതുപോലെ പിന്നെ ഇതുപോലെയുള്ള സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയൊക്കെ മുറവിളി ഉയർത്തും. അതായത് ഇവിടെ ഹൈന്ദവർക്ക് ഒരു രക്ഷയുമില്ല, ഇവിടെ ഹിന്ദുക്കളെല്ലാം വേട്ടയാടപ്പെടുന്നു, ഇവിടെ ഇനിയിപ്പോൾ BJP വരണമെന്ന് ഭംഗ്യേന്ദ്രയാണ് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ 10 മന്ത്രിമാരിൽ കൂടുതൽ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന്, ക്രൈസ്തവ മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നാൽ അങ്ങനെയുള്ള കളികൾ ഇവിടെ അരങ്ങേറും. 2011 മുതൽ 14 വരെ അരങ്ങേറിയ അവസാനം BDJS 2015 ഉണ്ടാക്കിയതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ NSSനെയും വെച്ച് പല തരത്തിലുള്ള കളികൾ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സതീശനാണല്ലോ മുഖ്യമന്ത്രിയായിട്ട് വന്നത്. അതിൽ തന്നെ സുകുമാരൻ നായർക്കുമൊക്കെ നീരസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലീഗിന് 4 മന്ത്രിമാർ, ജോസഫിന് ഒരു മന്ത്രി എന്ന രീതിയിലാണെങ്കിൽ മറ്റ് കോൺഗ്രസിൻ്റെ ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ ഒരു മുസ്ലിം മന്ത്രിക്ക് ഈ മന്ത്രിസഭയിൽ ചേരാൻ പറ്റും. ഇപ്പോൾ ഈ ടേം വ്യവസ്ഥ എന്ന് പറയുന്നത് മറ്റ് ഒരു പ്രശ്നമാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു വിചിത്രമായ ഒരു പ്രസിഡന്റാണ്. പിണറായി വിജയൻ്റെ 2ാമത്തെ ടേമിൽ സെറ്റ് ചെയ്ത ഒരു കാര്യമാണ്. അന്ന് CPMന് ഇത്രയും അംഗങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട്. പക്ഷേ അന്ന് കോൺഗ്രസ്സുകാർ അതിനെ കളിയാക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്ത കോൺഗ്രസ്സുകാർ ഇപ്പോൾ വീണ്ടും ആ ടേം വ്യവസ്ഥ കൊണ്ടുവരികയാണെങ്കിൽ അത് വിചിത്രമായിരിക്കും. ഇപ്പോൾ ഈ മന്ത്രിമാരായിട്ട് ഒറ്റ അംഗ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരല്ല, വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇപ്പോൾ CP ജോൺ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ്, വിശ്വാസിയല്ല എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഒരു മാർത്തോമക്കാരനാണ്. അനൂപ് ജേക്കബ് യാക്കോബായക്കാരനാണ്. ചാണ്ടിയുമ്മനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഓർത്തഡോക്സുകാരനാണ്. മാണി സി കാപ്പൻ സിറിയൻ കത്തോലിക്കനാണ്. ഷിബു ബേബി ജോൺ ലത്തീൻ സമുദായമാണ്. അങ്ങനെ ഇവർക്ക് പല സൗകര്യങ്ങളും ഉണ്ട്. അതായത് ഇവരെല്ലാം ഏതെങ്കിലുമൊക്കെ വിവിധ സമുദായത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് എല്ലാവർക്കും റെപ്രസെൻറ്റേഷൻ കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവർ നോക്കുന്നതെങ്കിൽ കോൺഗ്രസ് അങ്ങനെയൊക്കെയാണല്ലോ. ഇവിടെ CPMന് 10 നായന്മാരെ മന്ത്രിസഭയിൽ എടുക്കാം, ആരും ചോദ്യം ചെയ്യില്ല. പക്ഷേ കോൺഗ്രസിന് ഇതെല്ലാം അംഗസംഖ്യ കൃത്യമായില്ലെങ്കിൽ ഇവിടെ നാളെ തൊട്ട് ഹൈന്ദവർക്ക് രക്ഷയില്ല. നാളെ തൊട്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മീഡിയ കൊണ്ട് അവർ 4 മന്ത്രിമാരിൽ കൂടുതൽ മുസ്ലിം ലീഗിന് കൊടുത്തില്ലെങ്കിൽ അവർ മറ്റൊരു ആഖ്യാനം ചമയ്ക്കും. അങ്ങനെ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ കോൺഗ്രസിന് ഇതിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. തുടക്കത്തിൽ കല്ലുകടി ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒരു ഫോർമുല വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് 4 മന്ത്രിമാരെന്ന ഒരു കോംപ്രമൈസ് ഫോർമുല കൊടുത്താൽ അത് ചിലപ്പോൾ അവർ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും അത് നടക്കുമെന്നറിയില്ല. ശരി, ശ്രീജിത്ത് പണിക്കർ, സാമുദായിക സമവാക്യം അത് രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണല്ലോ ഇപ്പോൾ
ഈ മന്ത്രിസഭാ രൂപീകരണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതല്ലേ ഇപ്പോൾ ഈ ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യത്തിൽ പോലും ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിസ്ഥാനം, ലീഗിന് എത്ര, ജോസഫിന് എത്ര, ഇക്കാര്യത്തിലൊരു തീരുമാനം വരാത്തതിന് കാരണവും ഇത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെറുതെ വേണമെങ്കിൽ വലിയ നെടുങ്കൻ ഡയലോഗിന് വേണ്ടിയിട്ട് പറയാം, അതാ നോക്കൂ, ജോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾ ജയിച്ചു വന്നിരിക്കുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നാണ് എന്നൊക്കെ, അത് കേരളത്തിലുള്ള പൊതുവായിട്ടുള്ള സെക്യുലറിസത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ ഡയലോഗ് അടിക്കാം. അത്തരത്തിലുള്ള ഡയലോഗിനെ ഏറ്റുപാടുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിലും അതേപോലെ മന്ത്രിസഭ രൂപീകരണത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എത്ര എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ലീഗിന് 5 മന്ത്രിസ്ഥാനം കൊടുക്കുന്നു എന്ന് കരുതിക്കോളും. അങ്ങനെയാണെങ്കിൽ തന്നെ കോൺഗ്രസിൽ നിന്നുള്ള മുസ്ലിം മന്ത്രി ആര് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുണ്ട്. അതായത് ലീഗിൻ്റെ മുസ്ലിം മന്ത്രിമാർ ഒരു സെപ്പറേറ്റ് കാറ്റഗറിയാണ്, കോൺഗ്രസിന് പ്രത്യേകമായിട്ട് വേറെ മുസ്ലിം മന്ത്രിമാരുണ്ടാകണം. ക്രിസ്ത്യൻസ് ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ക്രിസ്ത്യൻ റെപ്രസെൻറ്റേഷൻ പോരാ, മറിച്ച് സഭകളുടെ പ്രാതിനിധ്യം നോക്കിയതിന് ശേഷം വേണമെന്ന് നൽകാൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമുണ്ട്. പലപ്പോഴും LDF ഇൻക്ലൂസീവ് എന്നേ പറയുകയുള്ളൂ കേട്ടോ. ജി വി ഹരി ഇവിടെ പറഞ്ഞിരുന്നു, ഡോക്ടർ ജി വി ഹരി പറഞ്ഞിരുന്നു, അതൊരു ഇൻക്ലൂസീവ് ആണ് കോൺഗ്രസ് എന്നതിൻ്റെ ഒരു വ്യക്തമായ സന്ദേശമാണെന്നാണ്. അല്ല, നമുക്ക് രണ്ടും കൂടി പറയാൻ പറ്റില്ല. അതായത് നമ്മൾ സാമുദായിക സംഘടനകളെയൊക്കെ തന്നെ സുഖിപ്പിച്ചതിന് ശേഷം മാത്രമേ ഭരണത്തിലിരിക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ SNDP നേതാക്കന്മാരെയും NSS നേതാക്കന്മാരെയും ഒക്കെ തന്നെ നമ്മൾ വിമർശിക്കുന്നതിനും അങ്ങനെയാണെങ്കിൽ തടയിടേണ്ടതാണ്. കാരണം അവിടെ നോക്കുകയാണെങ്കിൽ സാമുദായിക പരിഗണനയാണ്. ഇപ്പോൾ ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത്, ഇപ്പം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത് പാണക്കാടാണ്. അതേപോലെ ഓരോ സഭകളുമായി ബന്ധപ്പെട്ടതിന് കൃത്യമായിട്ടുള്ള ആത്മീയ നേതൃത്വമുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഓരോരോ ഡയസിസ് ഉണ്ട്, അതിൻ്റെ ആൾക്കാരുണ്ട്. അതേപോലെ ഒരു കാര്യം ഹിന്ദു മതത്തിലുള്ള പല ആൾക്കാർക്കും ഇല്ല. സാമുദായിക സംഘടനകൾ മാത്രമാണ്, അത് ആത്മീയ നേതൃത്വം എന്ന രീതിയിലത്തേക്ക് അറിയപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ആത്മീയ നേതൃത്വത്തിന് കൊടുക്കുന്ന അതേ പരിഗണന ഇവിടെയുള്ള സാമുദായിക നേതൃത്വത്തിനും കൊടുക്കേണ്ടതാണ്. അങ്ങനെയൊന്നും അല്ല നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. ഫൈനലി ഇതെല്ലാം തന്നെ ഒരു അപ്പീസ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അല്ലെങ്കിൽ മാർത്തോമ സഭയ്ക്ക് ഇത്ര ആൾക്കാരെ മന്ത്രിമാരായിട്ട് കൊടുത്തു എന്നതുകൊണ്ട് ഡയറക്ട്ലി ഓർത്തഡോക്സുകാർക്കോ മാർത്തോമക്കാർക്കോ എന്താണ് ഗുണം, അല്ലെങ്കിൽ 5 മുസ്ലിം മന്ത്രിമാരെ കൊടുത്തതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്താണ് ഗുണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഒരു ഒപ്റ്റിക്സ് ആണ്. ഇപ്പോൾ ദളിത് വിഭാഗവുമായി ബന്ധപ്പെട്ട 1-2 മന്ത്രിമാരെ കൊടുക്കുക, സ്ത്രീകൾക്ക് 1-2 റെപ്രസെൻറ്റേഷൻ കൊടുക്കുക എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദളിത് ഉന്നമനം ഇവിടെ സാധ്യമാക്കുന്നുണ്ട് എന്ന അർത്ഥമുണ്ടോ? സ്ത്രീകൾക്ക് ശാക്തീകരണം നടത്തുന്നു എന്നുള്ള ഒരു അർത്ഥമുണ്ടോ? അതൊന്നുമില്ല. ഇതൊക്കെ പോളിസികളിലാണ്, നയരൂപീകരണത്തിലാണ് കാണേണ്ടത്. പിന്നെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ട് ഏറെക്കുറെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഭൂരിപക്ഷം ഉള്ളപ്പോൾ പോലും അതിലുള്ള പ്രധാനപ്പെട്ട സഖ്യകക്ഷികളൊക്കെ തന്നെ ഫ്ലെക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 22 MLA-മാരുള്ളപ്പോൾ 5 സീറ്റുകൾക്ക് 1 മന്ത്രിസ്ഥാനം എന്ന് പറയുന്ന ഫോർമുല പോലും ഒരുപക്ഷെ മുസ്ലിം ലീഗിന് സ്വീകാര്യമല്ലാത്തതും 5 മന്ത്രിമാർ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ തന്നെ നിർബന്ധം പിടിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഇപ്പോൾ മഞ്ജുഷ് ഇവിടെ ശരിയായി സൂചിപ്പിച്ചതുപോലെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.